ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് എടുത്ത ശേഷം അതിൽ വല്യേട്ടൻസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വല്യേട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ വരും. അതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ ഒരു കിടുക്കാച്ചി ഐറ്റം പരിചയപ്പെടുത്താനാണ് വന്നത്. അവളാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഹലോ. അപ്പോൾ എന്താണ് കിടുക്കാച്ചി ഐറ്റം എന്നല്ല, ഇന്നും എൻ്റെ ഒരു പരീക്ഷണത്തിൽ കൂടെ ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവം ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഐറ്റം എന്താണെന്ന് കാണാം. ഇതാണ് ഐറ്റം. സംഭവം കിടുക്കാച്ചിയാണ് കേട്ടോ. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് മീനൊന്നും കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മലക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഈ പുഴമീൻ വിൽക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മേടിച്ചു. നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് നമ്മൾ കുരുമുളകും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പുറത്തൊന്ന് പുരട്ടാം. അത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ദേഹത്ത് ഇതേമാതിരി ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീനിൽ പുരട്ടാനുള്ള ഒരു മസാല തയ്യാറാക്കണം. അത് നമ്മൾ കുരുമുളകും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇലയിലൊന്ന് പൊള്ളിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടി ആദ്യം വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 2 സ്പൂൺ വെളുത്തുള്ളി. അത് കഴിഞ്ഞ് നമ്മൾ ഉടംകൊല്ലി മുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ല എരിവുണ്ട് നല്ല. അപ്പോൾ ഇതൊരു 3 എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം 1.5 കിലോയോളം ഉണ്ട് വെയിറ്റ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ എരിവ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് കൊച്ചുള്ളി, ചെറിയ ഉള്ളി, 1/4 കിലോ ചെറിയ ഉള്ളി, ഇനി കറിവേപ്പില. കറിവേപ്പില കൂടുതലിപ്പം നല്ലതാണ്. ചെറിയ ഉള്ളി ഒരു 200 കിലോ, 200 ഗ്രാം. ഓക്കെ, ആ ഉടംകൊല്ലി മുളകിൻ്റെ മണം ഒരു പ്രത്യേക മണം തന്നെയാണ്. ഇനി പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കുക. അതിന് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കുരു എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇതിന് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഉപ്പ് ചേർക്കണ്ട, അതിൻ്റെ പുളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്തെടുക്കാനാണ്. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത എല്ലാം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ നേരത്തെ കുരുമുളകും എല്ലാം ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചതാണ്. അതിൻ്റെ പുറത്ത് ഇത് നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കും.
പുളി നമ്മൾ നേരത്തെ ഈ മസാലയിൽ ആൾറെഡി ചേർത്തിട്ടുണ്ട്. പുളി മീനിലെല്ലാം മസാലയും പിടിപ്പിച്ചു. ഇനി നമ്മൾ അതിനെ വാഴയിലയിൽ പൊതിയാണ്. ഓക്കെ, ഞാനൊന്ന് കെട്ടണം. അതായത് നമ്മൾ മീന് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഇട്ട് പൊള്ളിച്ചെടുക്കും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടിയിൽ മൊത്തമായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ പൊതിഞ്ഞ് വെച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടു കേട്ടോ. ഇനി ഇത് എത്ര നേരമാണ് കുക്ക് ചെയ്യേണ്ടത്? അടച്ചിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം മറിച്ചിടാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സാധനം ഇങ്ങനെയാണ് കളർ ഉണ്ടാവുക. കാരണം നമ്മൾ മുളക് പൊടിയൊന്നും അല്ല ഇട്ടേക്കുന്നത്. വെറുതെ കുരുമുളക് പൊടിയും ഉടങ്കൊല്ലി മുളകും മാത്രമാണ് ഇട്ടേക്കുന്നത്. അതാണ് ഈ കളറിലുള്ളത്. സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പരീക്ഷണമാണ്. ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉടങ്കൊല്ലിയൊക്കെ ഇട്ടതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം. ഇതൊരു പരീക്ഷണമാണ്. കൊള്ളാം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ. കാരണം ഹെൽത്തിയാണ്. അതാണൊരു പ്ലസ് പോയിന്റ്. മുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു ഐറ്റമായിട്ട് വരുന്നവരേക്കും ബൈ.